ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം. ബഹുമാനപ്പെട്ട SNDP യോഗം ന്യൂഡൽഹി ശാഖയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പ്രതിഷ്ഠയുടെ 1ാം വാർഷികത്തിലേക്ക് ആശംസ അർപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഞാൻ ഓമന മധു, SNDP യോഗം ഡൽഹി വനിതാ സംഘം യൂണിയന്റെ സ്ഥാപക പ്രസിഡന്റ്. മാതൃശാഖയായ ന്യൂഡൽഹി ശാഖയുടെ ശാഖാ നമ്പർ 39, 34 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ുള്ള എല്ലാ സാരഥികൾക്കും, പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ബാക്കി എല്ലാ വനിതാ സംഘം പ്രവർത്തകർക്കും, അതോടൊപ്പം തന്നെ ഇതിനെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സൽക്കർമ്മത്തിൽ ഒത്തൊരുമയോടുകൂടി നിൽക്കുന്ന ആ ശാഖയുടെ ഓരോ അംഗങ്ങൾക്കും, ഓരോ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. നോക്കൂ, ലോകം എമ്പാടും കോവിഡ് എന്ന മഹാമാരി ഇങ്ങനെ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിലും അന്നു മുതൽ ഇന്ന് വരെ മാതൃശാഖയായ ന്യൂഡൽഹി ശാഖയുടെ പ്രവർത്തനം ഒന്നിനൊന്നിനു മെച്ചമായിക്കൊണ്ടേ ഇരിക്കുന്നു. ദിവസം തോറും എന്തെങ്കിലും കർമ്മകാണ്ഡത്തിൽ അവർ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായും ശ്രദ്ധയോടുകൂടിയും പരിപാലിച്ചു കൊണ്ടുപോകുന്നു. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ പഞ്ചലോക പ്രതിഷ്ഠ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചലോക പ്രതിഷ്ഠ കുരുക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയും രോഹിണിയിൽ അതിന്റെ പൂർണ്ണ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അതിനെല്ലാം പരിപൂർണമായി വിജയമായും നല്ല രീതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ശേഷം ശാഖാതലത്തിൽ വന്നുകൊണ്ട് അവിടെയും ആ കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് അതിന്റെ വാർഷികമാണ്. ആ പുണ്യകർമ്മത്തിന്റെ മഹത്വമായ ആ ഒരു കർമ്മത്തിന്റെ വാർഷികമാണ് 1ാം വാർഷികം. മഹാഗുരുവിന്റെ നാമധേയത്തിൽ നടക്കുന്ന ഒരു നാമത്തിനു പോലും അതിൻ്റെതായ ചൈതന്യം എവിടെയും പ്രസരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഒരു ഛായാചിത്രമാണെങ്കിലും നോക്കൂ, ഇതിലെല്ലാം അത്ഭുതം മഹാഗുരുവിന്റെ ആദ്യത്തെ പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠയായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠയാണ് ചെയ്തത്. അങ്ങനെയുള്ള ചൈതന്യം ഇന്നിവിടെ സ്ഥാപിതമായിരിക്കുന്ന ഒരു ശിവക്ഷേത്രത്തിലാണ്. വടക്കേ ഇന്ത്യയിലെ ഇവിടെയുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് മഹാഗുരുവിന്റെയും ശാരദാംബികയുടെയും ഛായാചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിന് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഈ കോവിഡ് കാലം ആയിട്ടും, ലോക്ക്ഡൌൺ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ആയിട്ടും, ഗവൺമെന്റിന്റെ പല നിയമങ്ങളെയും പരിപാലിച്ചുകൊണ്ടും അതിൽ നിന്നുകൊണ്ട് തന്നെ ഇത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഈ ശാഖയുടെ നേതൃത്വ നിലയിൽ നിൽക്കുന്നവരുടെ ആ ഒരു കഴിവിനെ ഇവിടെ ആശംസിക്കേണ്ടിയിരിക്കുന്നു. മഹാഗുരുവിന്റെ കർമ്മകാണ്ഡത്തിലെ ഏറ്റവും ആദ്യത്തേതാണ് വിദ്യാഭ്യാസം. ഈ ഛായാചിത്രം ഈ ക്ഷേത്രത്തിൽ വന്നു 1 വർഷം തികയുന്നതിനു മുമ്പ് തന്നെ 3 പിഞ്ചോമന കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം അവരുടെ നാവിൽ കുറിച്ചു എന്നുള്ളതാണ് ഈ ചൈതന്യത്തിൽ
വന്നുകൊണ്ട് ജാതിമത ഭേദമന്യേ ആ ചൈതന്യത്തിന് മുമ്പാകെ ഇരുന്നു കൊണ്ട് അവർ അവരുടെ വിദ്യാരംഭം കുറിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള മഹത്തായ പല കാര്യങ്ങളും ആ ക്ഷേത്രത്തിൽ അത്ഭുതകരമായിട്ട് നടന്നു എന്നുള്ളതാണ് വാസ്തവം. മുൻകൂർ ഒരു തീരുമാനം ഇല്ലാതെ കണ്ട് പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും മുന്നോട്ടും ഇങ്ങനെയുള്ള മഹത്തായ കാര്യങ്ങൾ നടത്തുവാനുള്ള ശക്തിയും തേജസ്സും ഓജസ്സും ബുദ്ധിയും ഇതിന്റെ സംഘാടകർക്ക് മഹാഗുരു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ശാരദാംബികയുടെയും അനുഗ്രഹവും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പുണ്യകർമ്മത്തിൽ മുന്നോട്ടും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടും ഇതൊക്കെ നടക്കണമെങ്കിൽ തന്നെയും ഗുരുഭക്തർ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഭക്തി മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഉദിക്കണം. പ്രതിഷ്ഠകൾ നാം നമ്മുടെ മനസ്സിലാണ് ആദ്യം പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെ പ്രതിഷ്ഠിച്ച് അവിടെ നിന്നുള്ള ചൈതന്യമാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും ചെയ്യുന്നതും. അല്ലാതെ നമ്മളുടെ ഒരു കഴിവും അല്ല. അതിന്റെ എല്ലാം അനുഗ്രഹങ്ങൾ ആ വിശ്വമഹാഗുരുവിൽ നിന്നും നമുക്ക് ലഭ്യമാകും. സത്യമായ പാതയിൽ കൂടി നടക്കുമ്പോൾ, നേരാം വഴി കാട്ടുന്ന തമ്പുരാന്റെ പാതയിൽ കൂടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും തനിയെ നമ്മൾക്ക് ചെയ്യുവാനുള്ള ഒരു പ്രചോദനം ലഭ്യമാകും. അതിനി എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മളുടെ നേരെ ഉണ്ടായാലും നമ്മൾക്കത് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. എത്രയോ ത്യാഗം സഹിച്ചങ്ങ കാനനെ പച്ചവെള്ളം പോലും ലഭ്യമല്ല. എത്രയോ നാൾ നീ വിശന്നു വലഞ്ഞതും മർത്യന്മാരാരും അറിഞ്ഞതില്ല. അത്രമാത്രം ത്യാഗങ്ങൾ അനുഭവിച്ച് എല്ലാത്തിനെയും സംഗ്രഹിച്ചുകൊണ്ട് ആ മലയിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരാശിയുടെ മധ്യത്തിൽ വന്നിട്ട് അന്ധകാരത്തിന്റെ കൊട്ടടിയിൽ കിടന്ന ശവമായി കിടന്ന മനുഷ്യരെ ശിവമായി ഉയർത്തി വെളിച്ചം പ്രകാശിപ്പിച്ച ആ മഹാഗുരുവിന്റെ വെളിച്ചം ഇന്ന് എല്ലായിടവും പരന്നു ഉജ്ജ്വലമായി ശോഭിക്കുന്നു എന്നുള്ളതാണ്. അത് ന്യൂഡൽഹി ശാഖയുടെ നാമധേയത്തിലും അവിടെയും അത് ജ്വലിക്കുന്നു. ഈ ജ്വലനം, ഈ ദീപം, ഈ ദിവ്യപ്രഭ, ഈ ദീപപ്രഭ നാൾക്കുനാൾ അത് ശോഭിച്ച് തന്നെ കടാവിളക്കായി തീരുമാറാകട്ടെ. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഇതിന്റെ നേതൃത്വ നിലയിലുള്ള കല്ലറ മനോജ് സാർ, രഞ്ജിത്ത്, ശശാങ്കൻജി, വാസിജി, രതീഷൻ സാർ, ലീന മേഡം, സന്ധ്യ ബിജു, ഇന്ദുജി, അങ്ങനെ ഇതിനോടൊപ്പം കൂടിയിട്ടുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ തൃപ്പാദത്തിലും ശാരദാംബയുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സർവചരാചരവും കാത്തിടേണേ, സർവത്ര മംഗളം നൽകിടേണേ. സംസാരമാകുമീ സാഗരത്തിൽ നിന്നു തൃപ്പാദത്തിൽ ഞങ്ങളെ ചേർത്തിടണേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.